എല്ലാവർക്കും യു കെ എൻജിസോണിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്രോസ് കോസ്റ്റിങ്ങിൻ്റെ തുടർച്ചയാണ്. ഓൾറെഡി പ്രോസ് കോസ്റ്റിങ്ങുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള 5-6 ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ ചാനലിനകത്തുള്ള പ്രത്യേകം പ്ലേലിസ്റ്റിനകത്ത് നിന്ന് ആ ക്ലാസ് കൂടി കാണാവുന്നതാണ്. ഈ ചാനലിലൂടെ എല്ലാ ദിവസവും കൊമേഴ്സ് റിലേറ്റഡ് ക്ലാസ്സുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഉപകാരം വന്നിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യും. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഭാഗത്തിലേക്ക് കടക്കാം. പ്രോസസ് കോസ്റ്റിങ്ങിലെ സ്ക്രാപ്പിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് നമ്മളിന്ന് പറയുന്നത്. സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് നോർമൽ ലോസിന് റിയലൈസബിൾ വാല്യൂ അല്ലെങ്കിൽ സെയിലബിൾ വാല്യൂ ഉണ്ടാവാറില്ല. അപ്പം നോർമൽ ലോസിന് റിയലൈസബിൾ വാല്യൂ ഉണ്ട് എങ്കിൽ അതിനെയാണ് നമ്മളെന്ത് വിളിക്കുന്നത്? സ്ക്രാപ്പ് എന്ന് വിളിക്കുന്നത്. നോർമൽ ലോസിന് റിയലൈസബിൾ വാല്യൂ ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ അത് നമുക്കത് വിറ്റാൽ നമുക്ക് പൈസ കിട്ടുമെങ്കിൽ അല്ലെങ്കിൽ സെയിലബിൾ വാല്യൂ ഉണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? സ്ക്രാപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ഭാഗത്തിനകത്ത് ലോസിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടെയാണ് പ്രോസസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ഭാഗത്താണ് ലോസിൻ്റെ നമ്മൾ എഴുതുന്നത്. അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ വരുന്നത്. അപ്പോൾ എന്താണ് സ്ക്രാപ്പ് എന്ന് ഒന്നുകൂടെ നോക്കാം. ഡിസ്കാർഡ് മെറ്റീരിയൽ ഹാവിങ് സം റിക്കവറി വാല്യൂ. ഡിസ്കാർഡ് മെറ്റീരിയലാണ് നമ്മൾ എന്താണ് ഒഴിവാക്കുന്ന മെറ്റീരിയലാണ്, പക്ഷേ അതിന് തന്നെ കുറച്ച് വാല്യൂ ഉണ്ടെങ്കിൽ റിക്കവറി വാല്യൂ അല്ലെങ്കിൽ സെയിലബിൾ വാല്യൂ ഉണ്ട് എങ്കിൽ അതിനെയാണ് എന്ത് വിളിക്കുന്നത്? സ്ക്രാപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്ക്രാപ്പിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇത് പ്രോസസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ഭാഗത്താണ് എന്തിൻ്റെ സ്ക്രാപ്പ് എന്നുള്ളത് എഴുതുന്നത്. പ്രോസസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ഭാഗത്താണ് സ്ക്രാപ്പിൻ്റെ വാല്യൂ എഴുതുന്നത്. അതുപോലെ തന്നെ സെയിൽസ് പ്രൊസീഡ്സ് ഇൻ ദ എമൗണ്ട് കോളം, അതായത് നമ്മളിതിൻ്റെ എത്രയാണ് ഉള്ളതെന്നല്ല അതിൻ്റെ ക്വാണ്ടിറ്റി കോളത്തിനകത്ത് എഴുതുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ സെയിൽസ് പ്രൊസീഡ്സ് എന്നുള്ളത് നമുക്ക് എത്രയാണ് വിറ്റ് കിട്ടിയിട്ടുള്ളത് അത് ആ ഒരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 11 യൂണിറ്റാണ് ഉള്ളത്. 11 യൂണിറ്റിനകത്ത് അതിൻ്റെ റിയലൈസബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു 1200 അല്ലെങ്കിൽ ഒരു റിയലൈസബിൾ വാല്യൂ ഉണ്ടെങ്കിൽ ആ റിയലൈസബിൾ വാല്യൂ ആണ് ഇതിനകത്ത് എഴുതുന്നത്, എമൗണ്ട് കൊള്ളത്തിനകത്ത് എഴുതുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത്. അതായത് പ്രോസസ് അക്കൗണ്ടിനകത്ത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? സെയിൽ ഓഫ് സ്ക്രാപ്പ് എന്ന് പറഞ്ഞിട്ട് എഴുതും. അവിടെ എമൗണ്ട് യൂണിറ്റ് എത്രയാണെന്ന് വെച്ചാൽ ആ യൂണിറ്റ് ഇവിടെ എഴുതും. പിന്നീട് അതിൻ്റെ റിയലൈസബിൾ വാല്യൂ എന്ന് പറഞ്ഞിട്ട് ആ റിയലൈസബിൾ വാല്യൂ അതിനകത്ത് എഴുതാം. അങ്ങനെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത്. ഇനി ഇതിനകത്ത് 2 ജേണൽ എൻട്രി കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. അതായത് നോർമൽ ലോസ് സ്ക്രാപ്പ് ബന്ധപ്പെട്ട നോർമൽ ലോസിൻ്റെ ജേണൽ എൻട്രിയാണ് ഇതെന്നുള്ളത്. അതായത് നോർമൽ ലോസ് അക്കൗണ്ട് അറ്റ് പ്രോസസ് അക്കൗണ്ട് എന്ന്. നോർമൽ ലോസ് അക്കൗണ്ട് അറ്റ് പ്രോസസ് അക്കൗണ്ട്, അതായത് പ്രോസസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ഭാഗത്ത് എന്ത് വരും? നോർമൽ ലോസ് എന്ന് പറഞ്ഞിട്ട് വരും. അതുപോലെ തന്നെ റിയലൈസിങ് ദ സ്ക്രാപ്പ് വാല്യൂ റിയലൈസ് ചെയ്യുമ്പോൾ ഉള്ള ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ, ക്യാഷ് കിട്ടുന്നു, ക്യാഷ് റിസീവ്ഡ്, ക്യാഷ് അക്കൗണ്ട് ഡെറ്റ ടു നോർമൽ ലോസ് അക്കൗണ്ട് എന്നുള്ള ഒരു ജേണൽ എൻട്രി കൂടിയുണ്ട്. ഈ 2 ജേണൽ എൻട്രിയാണ് സ്ക്രാപ്പുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ജേണൽ എൻട്രി എന്നുള്ളത്. പ്രോബ്ലമൊക്കെ ചെയ്യുമ്പോൾ നമുക്കിത് ആവശ്യമാണ്. കാരണം സെയിൽ ഓഫ് സ്ക്രാപ്പ് എന്നതിൻ്റെ വാല്യൂ എന്നുള്ള എവിടെ എഴുതുന്നത്? പ്രോസസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ഭാഗത്താണ് എഴുതുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത്, സ്ക്രാപ്പിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത്. ഇനി ഈ സ്ക്രാപ്പുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. അതായത് 2-3 പ്രോസസ് അക്കൗണ്ടിനകത്ത് സ്ക്രാപ്പ് കൂടി വരുന്ന ഒരു പ്രോബ്ലം നമുക്ക് അടുത്ത ക്ലാസ്സിനകത്ത് ചെയ്യാം. ഇതിലെന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് താഴെ കമൻറ്റായിട്ട് ചോദിക്കാം. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.